നല്ലോണം ഭാര്യയുണ്ട് മോനെ. എനിക്ക് മതിയൊന്നും. എന്ത് തിന്നിട്ടാ നിനക്ക് വിശപ്പില്ലാത്തത്? ഈ വെയിലത്തൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ടാ ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത്. ഉണ്ണ ചായ. ചായ എങ്ങനെയുണ്ട്? 5 സ്റ്റാർ, 1-ാം തരം. ഞാൻ പ്രത്യേകം പറഞ്ഞ് ഇടിച്ചതാ. അപ്പൊ ഒന്നുകൂടെ. ഓ, ഈ പടമില്ലേ, പടം, അത് വരയ്ക്കുന്ന ആളാ. വലിയ പേരും പ്രതാപമുള്ള ആളാ. ചിത്രം എടുത്തല്ലയോ? ആ, പിന്നെ ചായ നന്നായിരിക്കണം, അല്ലെങ്കിൽ അങ്ങേരടുത്ത് എന്റെ മോതക്കെറിയും. ആ, സാർ ഇരുന്നാട്ടെ. ഈ നാട്ടില് ഒരു 2-4 ദിവസം താമസിക്കാനുള്ള സൗകര്യമുണ്ടോ? ആർക്ക് തന്നെ? എനിക്ക് തന്നെ. എന്റെ പേര് വിശ്വനാഥൻ. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ താമസിച്ച് കുറച്ച് വർക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഈ നാട്ടില് അങ്ങനെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോട്ടലില്ല. ഹോട്ടൽ വേണ്ട, വല്ല ഒഴിഞ്ഞ കടയോ പുരയോ എന്തെങ്കിലും മതി. ഒന്ന് എണിച്ചു പോയതാണ്. നേരം വിളിച്ചായി പോന്നിട്ട് കടവും പറ്റിട്ട് നോക്കിയിരിക്കണം വായില്. കളി ആക്കാതെ ഗോപാല, ഞാനും ചിലപ്പോ ചായക്കട തുടങ്ങിയെന്നും വരും. അന്ന് നീ എവിടെ വന്ന് പുട്ടും പപ്പടവും കടം വാങ്ങിച്ചെന്നും വരും. പക്ഷേ മിനിമം വേജസ് ഒക്കെ കാണും. ഓ സാറേ, ഇവൻ പറയുന്നത് കേട്ട് കുഴപ്പത്തിൽ ചടഞ്ഞേ. സാറ് കാപ്പ് പിടിച്ച് കൈ കഴിയാ വള്ളത്തിലോട്ട് കയറി ഇരുന്നാട്ടെ. ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചു തരുന്ന മുമ്പായിട്ട് ഞാൻ പോയി കാക്കോ. ശങ്കരിയമ്മേ, ശങ്കരിയമ്മേ, കൊണം പിടിക്കാൻ നേരത്തെ ഒന്നിനും കാണത്തില്ല. അല്ലേ ആ 4 മുക്കിൽ നിന്ന് ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ആ പിന്നെ പിന്നെ തന്റെ പെമ്പറന്നാളായിരിക്കും മുഖ്യ വന്ന് നിൽക്കുന്നത്. ആ താക്കോലിഞ്ഞോട് എടുത്തേ. ഏത് താക്കോല്? ആ പെരയുടെ താക്കോലിഞ്ഞോട് എടുക്കാന്. ഏത് വരാടെ? ആ ബാലുപറമ്പ് വീടിന്റെ താക്കോലിഞ്ഞോട്ട് എടുക്കേ. ചേടാ, ഒരു 5-10 രൂപ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ അന്നേരം എന്തിനാടാ ഇപ്പൊ താക്കോല്? നിങ്ങളെ താക്കോലിഞ്ഞോട്ട് മനുഷ്യര് തിരിഞ്ഞു നോക്കാതെ കിടന്ന പെരയാ. അപ്പോഴവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് എന്തെങ്കിലും വേണ്ടാതിനം കാണിക്കാനാണെങ്കിൽ ഞാനെന്തോ ചെയ്യും? എന്തിനാന്ന് പറഞ്ഞിട്ട് നീയും കൊണ്ടുപോയിക്കും. അയ്യോ ശങ്കരിയമ്മേ, 1-ാം തരം ഒരു പയ്യൻ എങ്ങാണ്ടെന്ന് ഒഴുകി അലച്ച് കരയ്ക്ക് വന്ന് കേറിയിരിക്കുക. പയ്യനോ? അങ്ങേർക്കേ ഒരു വീട് വേണം വാടകയ്ക്ക്. പിന്നെ വാടക ഉറപ്പിക്കുമ്പം ഞാൻ കൂടെ അറിയണേതാണു. അപ്പോ വീടുറച്ചാൽ? വീടുറച്ചാൽ ഞാനിവിടെ തങ്ങും. തങ്ങുമെന്ന് പറഞ്ഞാ കുറച്ചു ദിവസം താമസം ഉണ്ടായിരിക്കും. അറിഞ്ഞൂടാ. ഇങ്ങോട്ട് പോരാൻ തന്നെയാണോ പുറപ്പെട്ടത്? നമ്മൾ പിരിയുന്നു. അപ്പോ ഇനി ഞാൻ തനിക്ക് എത്ര രൂപ തരാനുണ്ട്? വീടും കുടിയുമൊന്നും ഇല്ലായിരുന്നെങ്കിൽ തല്ലി ഓടിച്ചാൽ പോലും ഞാൻ പോകില്ലായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് തന്നു. എനിക്കിനി ഒന്നും വേണ്ട. ഇതാ, ഇത് വെച്ചോളൂ. ഇനിയും കാണാം വല്ലപ്പോഴും. അല്ല, ഇവിടെ അങ്ങ് കിടന്നു. പിന്നെ അല്ലാതെ അകത്ത് മുറിക്കട കിടക്കാം. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. നല്ല കാറ്റ് കിട്ടും. എന്നാ ഞാൻ പോയി വല്ല പാലും പഞ്ചാരയൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഇന്നാ ചായ വാങ്ങിക്കാമോ? അതിനുള്ള
ഇങ്ങനെ ഇരുട്ട് വെളുക്കോളം ഇരുന്ന് കുടിക്കാനൊക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഇനി ഞാൻ സമ്മതിക്കത്തില്ല. അവള് പറയുന്നതിലും ഞങ്ങളെ കാര്യമുണ്ട് അല്ലടോ അപ്പച്ച മാപ്പിളെ. ആയിരുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയാലോ? മതിയടാ ഞാൻ പോവാ. അച്ചായൻ പറയുന്ന കേട്ടാ തോന്നുമല്ല ഇവിടെ ഇരിക്കാൻ കാരണം ഞാനാണെന്ന്. വാ പോ. പതുക്കെ. എന്റെ ഭാര്യ എവിടെ കമലാക്ഷി? ഞാൻ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എന്റെ ഭാര്യ ഭാര്യ എന്റെ മോൻ വിശ്വനാഥ വിശ്വനാഥ. ഓ, തുടങ്ങി പാതിരാത്രിക്ക് മോനോടൊരു സ്നേഹം. കൊല്ലും ഞാൻ. എന്റെ മോനല്ലാതെ പിന്നെ ഞാൻ ആരും സ്നേഹിക്കാൻ? നീ ആരടി? ഞാൻ ആരുമല്ല. മിണ്ടിപ്പോരുത്, കൊല്ലും ഞാൻ. നിന്റെ ചേട്ടത്തി ഉണ്ടല്ലോ ഇതേ അട്ടേപ്പോലെ കിടക്കുന്നത് എന്റെ ഭാര്യ. അവള് വിചാരിച്ചിട്ട് വാസുവിനെ വരട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടുള്ള അവളുടെ അനിയത്തി നീ. ഇങ്ങോട്ട് കിടക്കുന്നേ. ചുമ്മാ ഇരിയടി, എന്നെ അങ്ങനെ വരട്ടാകടി. ഞാനൊരു ചാവിട്ട് വെച്ച് തരും. എന്താടാ പള്ളിക്കൂടെ നേരത്തെ വിട്ടിരിക്കുന്നേ? ഇന്നും ഹെഡ് മാസ്റ്റർ ചത്തോ? എനിക്കറിയില്ല. ഞാൻ വരാം. എന്നാ പിടിച്ചോ. ഇനി നീ പിടിക്കോ. ഓരോന്ന് ആലോചിക്കുമ്പോ കുറച്ച് വിഷം വാങ്ങിച്ചു കഴിച്ചെല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കും. വാസുവിനാണെങ്കിൽ ബോധമില്ല, നിന്റെ അനിയത്തിപ്പണിനാണെങ്കിൽ മുന്നും പിന്നുമില്ല. നിന്റെ പാടെ എനിക്കറിയാം കമലാക്ഷി. തലയിൽ എഴുതിയത് അനുഭവിക്കാതെ നിൽക്കൂ. നീ അങ്ങനെ സമാധാനിക്കും, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഇങ്ങനൊരു തലയിലെടുത്ത് ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ. താലി കെട്ടി അന്ന് തുടങ്ങിയതാ ഈ കണ്ണീർ. അടിയും ചവിട്ടും എത്ര വേണമെങ്കിലും ഞാൻ കൊള്ളാം. സ്വന്തം അനിയത്തിയും ഭർത്താവും ഇങ്ങനെ തുടങ്ങിയാല് ഞാനതെങ്ങനെ സഹിക്കു വച്ചായ? എത്ര നാളിത് കണ്ടുകൊണ്ടിരിക്കും? എന്നെ എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കച്ചായ. ഞാനും എന്റെ മോനും രണ്ട് താറാവുകളെ പോലെ അതുങ്ങളുടെ കൂടെ കഴിഞ്ഞോളാം. കരയാതെ കുഞ്ഞ്, എല്ലാത്തിനും ഒരു വഴി കാണും. എന്നായാലും വാസുവിനൊരു നല്ല ബുദ്ധി വരാതിരിക്കയില്ല. അതുവരെ നീ സമാധാനമായിരിക്കും.
കുളിക്കാൻ പോകുന്നു പറഞ്ഞ് തുണി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഓരോരുത്തർ തേങ്ങ ചോദിച്ചുകൊണ്ട് നേരെ അടുക്കളയിൽ വന്ന് കയറിക്കോളും. നിന്റെ അച്ഛനാ ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു കയറ്റുന്നത്. ഇന്ന് അങ്ങനെ വരട്ടെ. അയ്യോ, അതങ്ങനെയല്ല. ഇങ്ങനെ ഞാൻ കാണിച്ചത്. എന്നാലും ആ താറാവുകാരൻ മാപ്പിളയുടെ ഒരു അഹങ്കാരമേ. വീട് കത്തിക്കാമെന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലോട്ടൊരു വരവ്. വൈകുന്നേരം നിന്റെ അച്ഛൻ കള്ളം കുടിച്ചേച്ച് വരുമ്പം ഇതെങ്ങാനും അറിഞ്ഞാൽ മതി. പിന്നെ ഇന്നിവിടെ രാത്രിയില് എല്ലാവർക്കും അടിയും തൊഴിയും തന്നെ. ഭാഗ്യത്തിന് നിന്റെ അമ്മ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. പറയല്ലേ മോനെ, ഇളയമ്മ അച്ഛൻ അടിച്ചു കൊല്ലും. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. കമലാക്ഷി, പാതി കുടംപുളി ഇട്ട് വെക്ക്. ബാക്കി മുഴുവൻ അങ്ങ് വറുത്തേര്. ഇന്നും രാത്രി മേളമായിരിക്കും. ആടെ നിനക്കെന്നെ കാര്യം ചെയ്യണം. ഞാൻ കയറി വീഴുമ്പോഴേ ദേഷ്യപ്പെടുത്തരുത്. ആ ശ്രീകരം, നീ പറയൂ. ഞാൻ പറയും. തെറ്റും കൂട്ടം രാത്രിയിലെ പാർട്ടിയൊക്കെ കൊള്ളാം. പെണ്ണുങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കണം. എന്തോ പറ്റി വീട്ടിലിരിക്കാൻ വയ്യാത്തതായിട്ട്? ഒന്നും പറ്റിയില്ല. ഓരോരുത്തൻ തീയും ചോദിച്ചോണ്ട് നേരെ അടുക്കളയിലോട്ടല്ലേ വരുന്നത്. അടുക്കളയിലേക്ക് ആരാടി വന്ന് കയറിയത്? നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെ. അതാ ചോദിച്ചത് ആരെന്ന്? പൈലി മാപ്പിള. എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക്. അന്നേരം കമലാക്ഷി എവിടായിരുന്നു? കുളിക്കാൻ പോയിരുന്നു. അവൻ വന്നപ്പോ വിശ്വനാഥൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ബോട്ടി ചോറും തന്നേച്ച് വരുമ്പോഴാ. അവൻ ചോറ് തരാൻ വന്നപ്പോഴായിരുന്നു പൈലി വന്നത്. അതെ. എന്നിട്ട് പൈലി എന്തോ ചെയ്തു? എന്റെ കൈ കയറി പിടിച്ചു. കമലാക്ഷി, എടീ കമലാക്ഷി, പൈലി വന്ന് കയറിയപ്പോ നീ കുളിക്കാൻ പോയതായിരുന്നു ഇല്ലയോ? എവളിവിടെ തനിച്ചേ ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ടാ നീ കുളിക്കാൻ പോയത് ഇല്ലയോ? സഹായിച്ചു കൊടുത്തതാ? അല്ല. പിന്നെ? ഞാനിവിടെ ഉണ്ടായിട്ടും വലിയ വിശേഷമൊന്നുമില്ലാത്തത് കൊണ്ട്. അവൾക്ക് എന്നെ പേടിയുണ്ടാവണേല്. ഉണ്ടാവണേല്? അത് നിങ്ങൾ നേരത്തെ കരുതണമായിരുന്നു. ഇല്ല,